ചൂരന്മല ദുരന്തവുമായി ബന്ധപ്പെട്ട് അവർ പ്രഖ്യാപിച്ച വീടുകൾ സിദ്ദിഖ് അവിടുത്തെ നേതാവ് പറഞ്ഞത് ഈ മാസം തന്നെ പൂർത്തിയാക്കി ഭൂമി കണ്ടെത്തിയത്. സ്ഥാപക ദിനാഘോഷമൊക്കെ ആഘോഷിക്കുമ്പോൾ ഇതുവരെ പ്രഖ്യാപിച്ച 100 വീടുകളൊന്നും ആയില്ല. കോൺഗ്രസും പ്രഖ്യാപിച്ചിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഡിവൈഎഫ്ഐയുടെ ക്യാമ്പയിൻ എന്താണ്? നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിന് പോകുന്ന ഉയർത്തിക്കൊണ്ടുവന്ന വിഷയമാണ്. സനോജും വസീഫും കലണ്ടർ കൊടുത്തല്ലോ, കുറ്റം പറയാൻ പറ്റുമോ? അല്ല, അവിടെ ഗവൺമെന്റും ഡിവൈഎഫ്ഐയും ഒക്കെ ചേർന്ന് നാടാകെ ചേർന്ന് നിർമ്മിക്കുന്ന വീടുകളിൽ സ്ഥാപിക്കാൻ വേണ്ടി അവിടുത്തെ MP കലണ്ടർ കൊടുത്തയച്ചതാണല്ലോ ഇപ്പോൾ നമ്മൾ കണ്ട കാഴ്ച. ഞങ്ങൾ ഏതായാലും അവരെ ആക്ഷേപിക്കാനോ അപമാനിക്കാനോ ഒന്നുമില്ല. ഇതൊക്കെ ജനം വിലയിരുത്തണം. എന്താണ് കോൺഗ്രസ്, അവരുടെ വാഗ്ദാനം എന്താണ്, അവരെന്താണ് നിർവഹിക്കുന്നത് എന്ന്. ഇതിനിടയിൽ യൂത്ത് കോൺഗ്രസിന്റെ അഭ്യർത്ഥന ഉള്ളത്, നിങ്ങൾ ഈ വയനാട്ടിലെ വീട് നിർമ്മിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ ഈ കർണാടകയ്ക്ക് വേണ്ടി കൊണ്ടുപിരിക്കാമെന്ന അഭ്യർത്ഥനയാണ്. ഞങ്ങൾക്ക് പേടിയുള്ളൂ ഇപ്പൊ അതാണ്. ഞങ്ങളോട് തന്നെ ഇന്നലെ പലരും പറഞ്ഞു, ഇതിപ്പോ ഞങ്ങൾക്ക് ആകെ പേടിയുള്ളത് കർണാടകയിൽ ഇത് കണ്ടിട്ട് യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും എല്ലാം ഇനി അതിന് പണം പിരിച്ച് ഇനി അതിന്റെ പേരിൽ കക്കുമോ എന്ന പേടിയാണ് അവർക്കുള്ളത് എന്നാണ് ചിലർക്ക് കൂടെ സ്വകാര്യമായി പറഞ്ഞത്. അപ്പോൾ ഒരിടത്ത് വീട് പൊളിക്കുന്നു, ഒരിടത്ത് വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവരെ പറ്റിക്കുന്നു. ദുർബലരായ മനുഷ്യർക്കെതിരാണ്. ദുർബലരുടെ കയ്യിൽ നിന്ന് കവർച്ച നടത്താൻ പോലും കോൺഗ്രസിന് മടിയില്ല. അതാണ് കാര്യം. ഈ കോൺഗ്രസും BJPയും അതായത് RSSും ഒരുപോലെയാണ് എന്നുള്ളത് ഇപ്പൊ കോൺഗ്രസിന്റെ പ്രവർത്തകർ കൂടി ബോധ്യപ്പെടുകയാണ് നമ്മുടെ നാട്ടിൽ. അതോടൊപ്പം തന്നെ ഏത് നിമിഷവും കോൺഗ്രസ്സുകാരന് BJP ആവാൻ മടിയില്ല എന്ന രീതിയിലേക്കും എത്തുകയാണ്. ഒരു ട്രയൽ റൺ ഇപ്പൊ ഇവിടെ നടന്നു. എവിടെ? തൃശ്ശൂരിലെ മറ്റത്തൂരിൽ 8 പേര് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച എല്ലാ അംഗങ്ങളും നേരെ BJP ആയി മാറുക. ഇവിടെ ഈ കേരളത്തിലെ തൃശ്ശൂരിലെ മറ്റത്തൂരിലാണ് ഇത് സംഭവിച്ചത്. നോക്കൂ നിങ്ങൾ, എന്താ കോൺഗ്രസിന് പറയാനുള്ളത്? കേരളത്തിൽ നിന്ന് രാജ്യത്തെ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്ന KC വേണുഗോപാൽ ഉണ്ടല്ലോ, മറുപടി പറയണ്ടേ? എന്താ അവർക്ക് പറയാനുള്ളത്? എന്താ ഈ കേരളത്തിലെ മതനിരപേക്ഷ സമൂഹത്തിന് ഈ കോൺഗ്രസിന് കൊടുക്കാനുള്ള സന്ദേശം? ഞങ്ങൾ ഇവിടെയൊക്കെ പറയുന്നു, ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആണ്. നേരത്തെ BJP നേതാക്കന്മാർ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ, വാങ്ങിയെടുക്കാൻ പറ്റുന്ന ഒരു കമ്മോഡിറ്റി മാത്രമാണ് കേരളത്തിലെ കോൺഗ്രസ് എന്ന ധാരണയിലാണ് ഇന്ന് ഇവിടെ പ്രവർത്തിക്കുന്ന BJP. രാജ്യത്താണെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തോട് ഒരു എതിർപ്പുമില്ലാത്ത തരത്തിൽ ഇവർ പോകുന്ന കാഴ്ചയുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.